എൻ്റെ വണ്ടി ഒലയുടെ സർവീസ് സെൻ്ററിൽ ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നാമത്തെ മാസമാണിത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ സർവീസ് സെൻറ്ററിൽ ചെല്ലും. സർവീസ് സെൻറ്ററിൽ ഓരോ വണ്ടികൾ ഇരിക്കണതിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുത്തൻ വണ്ടികളായിരിക്കും നിങ്ങൾ അവിടെ കാണുള്ളൂ. കുറേ പുത്തൻ അടിപൊളി വണ്ടികൾ നല്ല റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷെ പുറകിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടികൾ ഇരിക്കണ കാണാൻ പറ്റും. ഒരു കെട്ട് കണക്കിന് വണ്ടികൾ റിപ്പയർ ചെയ്യാണ്ട് ഒലയുടെ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട്. റിപ്പയർ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ല, റിപ്പയർ ചെയ്യാൻ കമ്പനിയുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട്. കമ്പനിക്ക് പുതിയ വണ്ടി ഇറക്കാൻ ബാറ്ററി സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ പഴയ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി സ്റ്റോക്കില്ല. ആ രീതിയിലാണ് കമ്പനിയുടെ അവസ്ഥ വന്നത്. അപ്പോൾ വണ്ടികളൊന്നും നന്നാക്കി ആർക്കും കിട്ടില്ല. ഇപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് ഇട്ടിട്ടുണ്ട്. അതായത് കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പേപ്പർ ഒലയിലേക്ക് ചെന്നു എന്നാണ് അവർ പറഞ്ഞത്. അതിന് പ്രത്യേകിച്ചൊരു റെസ്പോൺസ് ഒലയുടെ സൈഡിൽ നിന്നില്ല. അതുപോലെ ഇന്ത്യൻ അഡ്വർടൈസ്മെൻറ്റ് കമ്മീഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, അതിനും ഒലയുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഇല്ല. കൺസ്യൂമർ കോർട്ടിൽ വേറൊരു കേസ് ഇട്ടിട്ടുണ്ട്, അതിന് ഇനി എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവുമോ എന്ന് അറിയാൻ പാടില്ല. കൺസ്യൂമർ കോർട്ടിൽ ഇട്ടേക്കണതാണ് ഒരു പ്രതീക്ഷ. അപ്പം നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നമുക്കിപ്പോൾ ഒരത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരും കൂടെ കേസ് കൊടുത്ത് മുമ്പോട്ട് വരണം എന്നുള്ള രീതിയിലാണ്. കാരണം ഈ കമ്പനി ബാങ്ക്റപ്സി ഫയൽ ചെയ്താൽ എന്ത് ചെയ്യും? ഒലയുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒലയ ഗ്രൂപ്പ് തുടങ്ങിയ പല കമ്പനികളും പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒല ഇലക്ട്രിക് ബാങ്ക്റപ്സി ഫയൽ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ അവസ്ഥ എന്താ? ഈ വണ്ടി മേടിച്ചവരുടെ അവസ്ഥ എന്താ? കേസ് ഇട്ടവരുടെ അവസ്ഥ എന്താ? ഇവർക്കൊക്കെ എന്ത് നഷ്ടമായിരിക്കും വരാൻ പോകുന്നത്? അപ്പോൾ നമ്മളിതിനെതിരെ എല്ലാവരും ഫൈറ്റ് ചെയ്യണം. ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം.